നിരന്തരമായി ദാക്ഷിണ്യമില്ലാതെ ഗാസ മുനമ്പിലേക്ക് വെടിയുതിർക്കുന്ന ഇസ്രയേലിനെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇറാൻ. പ്രോക്സി ഗ്രൂപ്പുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടല്ല, ഇറാനോടൊപ്പം ശക്തമായി നിൽക്കുന്ന റഷ്യയും ചൈനയും ഒപ്പം കൂട്ടി നിർണായക നീക്കങ്ങൾ പലതും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് റഷ്യയും ചൈനയും. അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളും ഇവന്റിൽ നടക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ നാറ്റോയുടെ സഖ്യരാജ്യങ്ങൾക്ക് പോലും പല കാര്യങ്ങളിലും ഇസ്രയേലുമായി എതിർപ്പുണ്ട്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അതിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള, അതിലെ അംഗത്വം നേടിയിട്ടുള്ള രാജ്യങ്ങളുടെ പല കപ്പലുകളും ചെങ്കടലിലൂടെ കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഹൂതി വിമതർ നടത്തുന്ന വലിയ തോതിലുള്ള പ്രത്യാക്രമണം അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും യൂറോപ്യൻ യൂണിയന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനും രംഗത്ത് വരുന്നത്. എന്നാൽ ഇതേ സമയം ഇറാൻ കൃത്യമായി ഹൂതികൾക്ക് പരിപൂർണമായ പിന്തുണയാണ് നൽകുന്നത്. നിങ്ങൾ ഇനിയും കയറി ആക്രമിക്കൂ എന്ന് തന്നെയാണ് ഖമനേയിയുടെ തീരുമാനം. ഖമനേയി പറഞ്ഞിരിക്കുന്നത്, ഹൂതികൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രോക്സി ഫോഴ്സുകൾ ലോകത്തെമ്പാടുമുണ്ട്. ഇസ്രയേലിന് ഇനിയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അവർ ഇറാനെ പ്രത്യക്ഷത്തിൽ ആക്രമിച്ചു, പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഓരോ ഘട്ടങ്ങളിലായി ഇസ്രയേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഭ്യന്തര കലഹം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ 1/3 പേർ രാജ്യത്ത് നിന്നും ഇതിനോടകം തന്നെ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 35 ലക്ഷത്തിലധികം ആളുകൾ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ജൂതന്മാരെ മുഴുവൻ കണ്ടുപിടിച്ച് തിരഞ്ഞു കൊന്നിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ ഏറ്റവും നെറികെട്ട നയങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൽ പുനരാവിഷ്കരിക്കുന്നത് ഒരു ജൂതൻ കൂടിയായ ബെഞ്ചമിൻ നെതന്യാഹുവാണ്. മുസ്ലിങ്ങളുടെ അന്തകനാണ് താൻ എന്ന വാദവുമായാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ തിരിച്ചടി ഓരോ നിമിഷവും നെതന്യാഹു ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു എവിടെ പോയി ഒളിച്ചാലും തീർത്തിരിക്കുമെന്നാണ് കൃത്യമായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്.